രാജനെ അനുമോദിക്കുക എന്നതാണ് ഈ അനുമോദന സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. കൂടാതെ 1ാം ക്ലാസ് മുതൽ പഠനം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഡോക്ടർ സംഗീത PM കൂടി നമ്മൾ അനുമോദിക്കുകയാണ്. ഒരു വാക്ക് പോലും കൂടുതൽ പറയുന്നില്ല. യേശുദാസിന്റെ പാട്ട് നമ്മളെല്ലാവരും പാടുന്നു. ചിത്രയുടെ പാട്ട് നമ്മളെല്ലാവരും പാടുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സംഭാഷണം നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ വടക്കൻ കേരളത്തിൽ ശ്രീ കരിവള്ളൂർ രാജന്റെ അനൗൺസ്മെന്റും അദ്ദേഹത്തിന്റെ വാചാലതയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു തലമുറ ഈ അഴീക്കോടുമുണ്ട്. ഈ നാടിന്റെ സ്നേഹം, സുഗന്ധം അതൊരു റോസാപ്പൂവിൽ ചാലിച്ചുകൊണ്ട് നമ്മുടെ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി കിഷൻ മാഷ് ആദ്യമായിട്ട് രാജേട്ടന് ഒരു പൂച്ചെണ്ട് നൽകും. അതിനുശേഷം നമ്മുടെ KM ശ്രീധരേട്ടൻ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും. ഈ സിംഹരൂപായ നമോ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ. ഓം രണസിംഹരൂപായ നമോ നമഃ. ഓം കാലസിംഹരൂപായ നമോ നമഃ. ഓം രൗദ്രസിംഹരൂപായ നമോ നമഃ. ഏത് പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചു. രാവും പകലും ആലോചിച്ചതിൻ്റെ ഉത്തരമാണ് നമുക്കിവിടെ കിട്ടിയത്. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധങ്ങൾ നടുങ്ങുന്ന ദുന്ദുബി നാദം. തല പിടിച്ചുകൊണ്ട് വിനയത്തോടെ ഞങ്ങൾ ഈ മംഗളപത്രം രാജേട്ടനെ സമർപ്പിക്കുകയാണ്. കരിവെള്ളൂരിനെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉപ്പിന്റെ രസമായിരുന്നു. വയലുകളിൽ പോരാട്ടം നടന്നപ്പോൾ ചോരയുടെ രുചി കൈവന്നു. എണ്ണം പറഞ്ഞ ഈ ഗ്രാമം എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങളെയും പ്രതിഭകളെയും പെറ്റുപോറ്റി. കരിവെള്ളൂർ എന്ന നെറ്റിപ്പട്ടം കെട്ടി ഇന്നും ആറാട്ടിൽ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്ന ഗജവീരനെ പോലെയാണ് നമുക്ക് കരിവെള്ളൂർ രാജൻ. പത്രവായനയിലൂടെ, സിനിമാ കൊട്ടകയിലൂടെ, ഫുട്ബോൾ മൈതാനങ്ങളിലൂടെ, ഉത്സവ മുറ്റങ്ങളിലൂടെ
ഈ രാജ വിളംബരം നാടിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വാക്കുകളും വർണ്ണനകളും വീരഗാഥകളും വിശേഷണങ്ങളും ഈ ദേവദൂതന്റെ കൈകളിൽ മറ്റൊരു പവിത്ര മോതിരമായി തിളങ്ങുകയാണ്. തെയ്യത്തിനരികിലെത്തി കൈപിടിച്ച് കരയാനും പറയാനും കുഞ്ഞിനെ കിട്ടാനും കുറിതൊടാനും ഭക്തജനങ്ങളെ കളിയാട്ട മുറ്റത്തെത്തിക്കുന്ന പെരുമ്പറയാണ് ഈ ശബ്ദം. ഉത്സവങ്ങളുടെ കേളികൾ ഉയരുമ്പോൾ തന്നെ വാക്കുകളുടെ അശ്വരഥത്തിൽ നമ്മളെ കൂട്ടി സ്വർഗത്തിലേക്ക് പറന്നു ചെന്ന് ദൈവങ്ങളെ നേരിട്ട് കാണിച്ചു തരുന്നത് പോലെ വർണ്ണിച്ചു തരാൻ അവതാരമെടുത്തതാണോ ഈ രാജരാജൻ? വേദപുരാണങ്ങളും ദേവീദേവചരിതങ്ങളും സ്വർഗവാതിൽ തുറന്ന് പറഞ്ഞു തരുന്ന ഈ അതുല്യ പ്രതിഭയെ, ശബ്ദ സൗന്ദര്യത്തിന്റെ ഈ രാജകുമാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ അനുമോദിക്കുന്നു. ഭൂതാനത്തിന്റെ കവിത പോലെ, പാണന്റെ പാട്ട് പോലെ ഒഴുകട്ടെ ഈ സ്വരമാധുരി. ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് പ്രവർത്തകരും മാതൃസമിതി. പഠിച്ച കാലം മുതലേ പഠനം സംഗീതമാക്കുന്ന ഡോക്ടർ സംഗീത PM ഈ മൊമെന്റ് ഏറ്റുവാങ്ങും. പള്ളിത്തിരിയേരം ശ്രീ പുതിയപള്ളി ക്ഷേത്രത്തിൽ ദേവചൈതന്യയുടെ മഹാശക്തിക്ക് മുന്നിൽ ശിരസ് നൽകട്ടെ. പ്രിയപ്പെട്ട ഏറെ ആദരണീയരായ ഇവിടുത്തെ ഗുരുക്കന്മാരുടെ സമർപ്പിത ജീവിത സാധനയെ മനസ്സ് തുളിക്കട്ടെ. എങ്ങനെയും അറിയില്ല, ഇങ്ങനെയൊരു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആത്മതേജസ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇത്രയും കാലത്തെ ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികം കാലത്തെ അനൗൺസ്മെന്റ് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും സ്നേഹനിർഭരമായൊരു ആദരവ് എനിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ട നമ്മുടെ ജനപ്രതിനിധി, പ്രിയ സഹോദരൻ, സാന്നിധ്യം കൂടി ഏറെ സന്തോഷവാനാക്കുന്നുണ്ട്. ഞാൻ വരുന്ന വഴിയിൽ വിളിച്ചു, അപ്പോൾ മറ്റൊരു പരിപാടിയിലായിരുന്നു. ഞാൻ തുടരട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു ആദരവ്, ഗുരുക്കൾ മംഗലം എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയമുള്ള, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു കേളിപാത്രം. കേളിപാത്രം വരുന്നവരെ ഞാൻ ഇടയ്ക്ക് മുകളിലേക്ക് പോയി കൊടുക്കും. അപ്പൊ അമ്മ എന്നെ പേടിപ്പിക്കൽ കേളിപാത്രം വരുന്നതാണ്. കേളിപാത്രം, ഈ കേളിപാത്രത്തിന്റെ ഉറവിടം പിന്നീട് ഞാൻ കുറെ വായനയിലൂടെ അറിയാൻ ശ്രമിച്ചപ്പോൾ കേളിപാത്രം എത്തി നിൽക്കുന്നത് യോഗി. പിന്നീട്
യോഗിയുടെ മറ്റൊരു വശത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ ആത്മസമർപ്പണം കൈമുതലായുള്ള ഒരു ജനവിഭാഗമാണ് ഇവരെന്ന് തിരിച്ചറിഞ്ഞത്. കർണാടക ദേശവുമായി കദ്രി ക്ഷേത്രവുമായി വളരെയധികം ആചാരപരമായ ബന്ധമുള്ള, രുദ്രാക്ഷവും ശൂരക്കോലും പളങ്കും ആചാരമുദ്രയായി സ്വീകരിക്കുന്ന, കലർപ്പില്ലാത്ത വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം. നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ജാതീയമായ ഒരു വേർതിരിവായിട്ടല്ല ഞാനിത് പറഞ്ഞത്. കാരണം മിക്കവാറും എന്നല്ല, യോഗി സമുദായത്തിൻ്റെ ആരാധനാമൂർത്തി ശിവനാണ്. ഞാൻ കുലം എടുത്ത് പരിശോധിച്ചാൽ ഞാൻ യാദവനാണ്, ഞാൻ മണിയാണിയാണ്, കൃഷ്ണവംശത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആരാധനാമൂർത്തി ശിവനാണ്. യുഗാരംഭേ വാസനേയ നാഭിപത്മാൽ ജനിച്ചുതേ ബ്രഹ്മൻ ചരാചര ഗുരു അവന്റെ ഈ ജഗത്തഹോ. അവനെ കൊല്ലുവാനെന്നീ മധുകൈടവദാനവർ അവർക്കുള്ള അക്രമം കണ്ടു കോപിച്ചപ്പോൾ ഹരേ തവ നെറ്റിമേൽ നിന്നെത്തി ശംഭു മുക്കണ്ണൻ ശൂലപാണിയായി. അനന്തഗംഗാധരനും ഗൗരീഹൃദയവല്ലഭനും ത്രിപുരാന്തകനുമായ ശ്രീമഹാദേവന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കാതെ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉരിയാടിയാൽ അത് മഹാ അപരാധമാകുമെന്ന് ഈ തീരെ പരിണിത പ്രജ്ഞാനല്ലാത്ത ഞാൻ തിരിച്ചറിയുന്നു. ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ സംഗീതം പോലെ ശ്രവിച്ചത്? സംഗീതം പോലെ അന്യന്റെ ശബ്ദം ശ്രവിക്കാൻ പഠിപ്പിച്ചൊരു ആചാര്യനുണ്ട് നമുക്ക്, ഇല്ലേ? അല്ല, മനസ്സിലായി. സംഗീതം പോലെ അന്യന്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കാൻ പഠിപ്പിച്ച ഒരു ആചാര്യനായിരുന്നു. ചിലമ്പ് മരമണിയെങ്കിലേക്ക് ദൈവങ്ങളും പിശാചുക്കളും രാവുകൾ തോറും ചുറ്റി നടക്കാറുള്ള ഇലങ്കുളം മലയിലെ അന്ധവിശ്വാസങ്ങളുടെ നാലുകെട്ടുകൾക്കുള്ളിൽ ജനിച്ച നമ്പൂതിരി ബാലൻ. ശ്രീരാമോദന്തവും ഋഗ്വേദ സൂക്തങ്ങളും കാവ്യനാടകാദികളും ഹൃദയസ്ഥമാക്കി കൗമാരത്തിലേക്ക് കടന്ന 4-ാം മുറ തമ്പുരാൻ. കുടുംബം കുറിച്ച് പൊടുന്നൂലടിച്ച് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ഇറങ്ങി തിരിച്ച കുഞ്ചു. കലർകുപ്പായമിട്ട് ഗാന്ധിത്വത്തിൽ ധരിച്ച് കോഴിക്കോട് കടപ്പുറത്ത് നിയമം ലംഘി ചിന്തയെ മോചിപ്പിക്കാൻ കൽത്തുറങ്കിനെ സ്വയം ഭരിച്ച ഇലങ്കുളം മണിക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് കോൺഗ്രസായി, സോഷ്യലിസ്റ്റായി, തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനായി വളർന്ന് സ്വന്തം ജീവൻ ഉള്ളംകൈയിൽ പിടിച്ചുകൊണ്ട് ഒളിവിലും തെരുവിലും ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനകോടികളെ നയിക്കാൻ സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ എല്ലാം തിരിച്ച ഒരു അമാനുഷികനായിരുന്നു. വാക്കുകൾക്കും വരകൾക്കും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമുള്ള ഈ ആചാര്യ സഖാവ് EMS. തീർച്ചയായും അന്യന്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ ഒരു രാജന്റെ ശബ്ദം സംഗീതമായി ശ്രമിച്ച് ഇങ്ങനെ ആദരിക്കും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ആഹ്ലാദ മുഹൂർത്തത്തിലാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത്. തീർച്ചയായും ക്ഷേത്രം എന്ന പദം തന്നെ പറയുന്നത് ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര, നാശത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നതാണ് ക്ഷേത്രം. അതായത് നമ്മളിലെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതാണ് ക്ഷേത്രം. ഇവിടെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നു. അതുപോലെ ഇവിടെ ആരാധിക്കപ്പെടുന്ന ആരാധനാമൂർത്തികൾ, അവർ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളൊക്കെ മനുഷ്യനെ മാനവികതയെ തൊഴിലുണർത്താൻ, നന്മയെ കൈപിടിച്ചുയർത്താനാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായും ഈ പള്ളിപ്പെരിയാരം പുതിയ ഭഗവതി ക്ഷേത്രവും അത് തന്നെയാണ് ലക്ഷ്യമാക്കി മുന്നോട്ട് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു കരിവള്ളൂർക്കാരൻ, ഇപ്പൊ കരിവള്ളൂരിന്റെ വീരാവധാനങ്ങൾ ഇവിടെ പ്രശംസ പത്രത്തിൽ ഞാൻ വായിച്ചു. തീർച്ചയായും ഒരു കരിവള്ളൂർക്കാരൻ എന്ന നിലയിൽ എനിക്കേറെ അഭിമാനമുണ്ട്. അതിന്റെ ആധ്യാത്മിക ഭൗതിക തലങ്ങളിലായാലും ഞാൻ ഊറ്റം കൊള്ളുന്നുണ്ട്. കാരണം കരിവള്ളൂരിൽ തിന്മയ്ക്കെതിരെ പോരാടിയ, സുരമസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിറനോക്കുകൾക്ക് മുന്നിൽ തിരിമാറി കാട്ടിയ ധീരരായ രക്തസാക്ഷികളുടെ മണ്ണാണ്. പൊരുതാനുറച്ച മനസ്സുകളുടെ വികാര രംഗഭൂമിയാണ്. അവിടെ ജനിക്കാൻ സാധിച്ചത് തന്നെ എന്റെ സൗഭാഗ്യമായി കണ്ടതുകൊണ്ടാണ്. പിന്നീട് രാജന്റെ മുന്നിൽ തന്നെ വേണം എന്റെ നാട് എന്ന് തോന്നിയത് കൊണ്ട് രാജൻ കരിവള്ളൂർ രാജനായി രൂപാന്തരം പ്രാപിച്ചത്. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ കണ്ണീരണിഞ്ഞാൽ അത് നാളെ ഒരു അപരാധമാവുമല്ലോ. എൻ്റെ കണ്ണുകൾ നിറയാൻ ഒഴുകുന്നുണ്ട്. കാരണം ഇത്രയും ഹൃദയസ്പർശമായ ഈ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഒരാളെ കാണാം. എന്തൊരു അത്ഭുതമാണ്. ഞാനൊരു സിനിമാ നടനല്ല, ഞാനൊരു സാഹിത്യകാരനല്ല, ഞാനൊരു
കവിയല്ല, ഒന്നുമല്ല, ഒരു കേവലമായ ഒരു അനൗൺസർ മാത്രം. അത് ജീവിത നിയോഗം ഏർപ്പെടുത്തിയ ഒരു തൊഴിൽ, സ്വയം കണ്ടെത്തിയ ഒരു തൊഴിൽ. അതിലൂടെ ഇത്രയധികം എന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടോ എന്ന് ഞാൻ എൻ്റെ കിഷൻ മാഷിയുടെ നേരത്തെ ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കേട്ടു. നരസിംഹമൂർത്തിയെ കുറിച്ച് എന്ത് മനോഹരമായത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ്. ഒരുപക്ഷെ ഞാൻ ഈ വേദിയിൽ ഒരിക്കലും ആ അനൗൺസ്മെന്റ് നടത്തൂല, കാരണം ഞാൻ പരാജയപ്പെട്ടു പോകും. അത്ര മനോഹരമായി കിഷൻ തീർച്ചയായും ഈ കിഷൻ പിന്നെ നിങ്ങളെ നാളത്തെ കൈകൊള്ളൂർ രാജനായി മാറും എന്നതായി ഒരു തരത്തോടുമില്ല. കാരണം അങ്ങനെ ഒരു വിഷ്ണുമൂർത്തി ഹൃദയത്തിൽ നൃത്തം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അത്ര ഭംഗിയായി വിഷ്ണുമൂർത്തിയെ അവതരിപ്പിക്കാൻ പറ്റൂ. ഇപ്പൊ കൃഷ്ണനെ അവതരിപ്പിക്കണമെങ്കിൽ കൃഷ്ണൻ എന്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യണം. ഭഗവതി എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ആദ്യം എന്റെ ഹൃദയത്തിൽ പുതിയ ഭഗവതി കുടിയേറണ്ടേ? അങ്ങനെയാണല്ലോ തെയ്യങ്ങൾ അതല്ലേ? ഗ്രാമീണ സംസ്കൃതിയിൽ വിരിഞ്ഞ വർണ്ണമനോഹരങ്ങളായ പൂവിടകളാണ് പുരാവർത്തനങ്ങൾ. സാന്ത്വനമായി വഴികാട്ടിയായി അവ നമ്മുടെ ജീവിതത്തിൽ തുടർന്നിട്ടുണ്ട്. പുരാണങ്ങളിൽ നിന്ന് ഉറഞ്ഞു വന്ന തെയ്യങ്ങൾ നമ്മുടെ നാടിന്റെ ആധ്യാത്മിക ഭൗതിക തലങ്ങളിലെ ചാലകശക്തികളായത് അങ്ങനെയാണ്. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും മുന്നിൽ തങ്കവിഗ്രഹങ്ങൾ അന്യം നിന്ന നാടുകളിൽ അധകൃതന്റെ കിനാവിലും കണ്ണീരിലും ഉയർകൊണ്ട തോറ്റംപാട്ടുകൾക്കും ചുവടുകൾക്കും കണ്ണും കാതും മനസ്സും നൽകാതിരിക്കാൻ കാലത്തിന് കഴിയാതെ വന്നപ്പോഴാണ് കാവുകളും പള്ളിയറ മുറ്റങ്ങളും തറവാട്ടുമുറ്റങ്ങളും ഒക്കെ ഉണർന്നത്. അവിടെ ദേവീദേവന്മാർ ചിലമ്പണിഞ്ഞ് ഉറഞ്ഞാടി ഉരിയാടി ഭക്തർക്ക് ദർശനം നൽകുന്നു. തീർച്ചയായും നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർസാക്ഷ്യം തന്നെയാണ് ഓരോ തെയ്യക്കാവും. ഈ പുതിയ ഭഗവതി ക്ഷേത്രവും ഇവിടെ തെയ്യങ്ങൾ ചിലമ്പണിഞ്ഞ് ആടാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇവിടുത്തെ തെയ്യങ്ങളും മാനവീയതയാണ്. തെയ്യങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുടെ ലോകത്ത് നമ്മൾ അറിയണം. ഉത്തര കേരളത്തിൽ മാത്രമേ ലോകത്ത് സംസാരിക്കുന്ന അത്ര മനോഹരമായ തെയ്യങ്ങളുള്ളൂ. നന്ദി പറയുന്നു. ഇനി കൂടുതൽ സമയം എനിക്കിവിടെ നിൽക്കാൻ ശാരീരിക സ്ഥിതി അനുവദിക്കുന്നില്ല. ഞാൻ 1-2 അനൗൺസ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കിഷൻ എന്ത് വേണം? ഏത്? നമ്മൾ ഇതുവരെ ലൈവായിട്ട് കരിവള്ളൂർ രാജയുടെ അനൗൺസ്മെന്റ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഒന്ന് മുത്തപ്പൻ, അതുപോലെ തന്നെ പുതിയ ഭഗവതി, നമ്മുടെ കാവിന്റെ തിലകക്കുറിയായ പുതിയ ഭഗവതി അമ്മയുടെ കഥ, ഒരു അനൗൺസ്മെന്റ് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ലൈവായിട്ട്. പുതിയ ഭഗവതിയുടെ കഥ ഒരു അനൗൺസ്മെന്റ് രൂപത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് ഇപ്പൊ ആരംഭിച്ച നാളെ കാർത്തവീരാർജുനയിൽ തുടങ്ങേണ്ടി വരും അല്ലേ? കൊട്ടാരം ചുട്ടുകരിച്ച് വൃത്രാരീപുരി സമം ഒത്തൊരു പത്തനമത് ദഹനം നൽകിയ ഉത്തമയാം ദേവിയായിട്ടാണ് പുതിയ ഭഗവതിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് വൃത്രാരീപുരി, ഇന്ദ്രന്റെ കൊട്ടാരം പോലുള്ള, ഇന്ദ്രന്റെ കൊട്ടാര സദൃശമായ ഒരു പുരി ചുട്ടുകരിച്ചിട്ട് അതിൽ നിന്ന് ചാരമെടുത്ത് തിലകമണിഞ്ഞവളാണ് ശക്തിസ്വരൂപിണിയായ ശ്രീ പുതിയ ഭഗവതി. അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയും ജഗദംബികയും ഭക്തവത്സരയും ആദിമകസും പരമ്പൊരുളുമാണ് തേജോരൂപിണിയായ ശ്രീ പുതിയ ഭഗവതി. വൃത്രാരീപുരി സമമൊത്തൊരു പത്തനമതു ദഹനു നൽകിയ ഉത്തമയാം ദേവി. അരുണകിരണങ്ങൾ ഭൂമിയെ തലോടുന്ന പ്രഭാതവേളയിൽ ബാലമാർത്താണ്ഡ പ്രഭാകാന്തിയോടെ തേജോരൂപിണിയായി കത്തിച്ചൊലിക്കുന്ന പന്തങ്ങളുടെ പൊൻപ്രഭയിൽ കുളിച്ച് നടന്നുമാടുന്ന ആ ദേവിയെ ഒരു നോക്ക് കാണുവാൻ, വണങ്ങുവാൻ, അനുഗ്രഹം വാങ്ങുവാൻ ഓരോ തെയ്യത്തറകളിലേക്കും ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങൾ ദേവിയുടെ ശക്തിക്കും സൗന്ദര്യത്തിനും കഴിവിനുമൊക്കെ സാക്ഷിയാണ്. തീർച്ചയായും പുതിയ ഭഗവതി എന്ന ഇവിടുത്തെ ആരൂഢ ദേവത നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ ഭഗവതിയുടെ കഥ നിങ്ങൾക്ക് അടുത്ത് തന്നെ യൂട്യൂബ് ചാനലിലൂടെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പുതിയ ഭഗവതിയുടെ കഥ നിങ്ങൾക്കായി ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥ, പുതിയ ഭഗവതിയുടെ യാത്രയുടെ കഥയും ഒക്കെ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 വാക്ക്
പിന്നെ മുത്തപ്പൻ തീർച്ചയായും നിങ്ങൾക്കറിയാം, ഉത്തര കേരളത്തിലെ കെട്ടിയാടിക്കപ്പെടുന്ന ദേവതകളിൽ ഏറ്റവും ജനകീയനായ ഒരു തെയ്യമാണ്. നമ്മൾ പറയല് സുമേഷ് എംഎൽഎന്റെ പാട്ടിലെ മുത്തപ്പൻ വിപ്ലവകാരിയാണ്. തീർച്ചയായും വിപ്ലവകാരിയാണ്. കാരണം അവിടെ ജാതിയില്ല, മതമില്ല. ജാതി മത ഭേദ ചിന്തകളുടെ അതിർവരമ്പുകളെ അലിയിച്ചില്ലാതാക്കുന്ന ആരാധനാലയമാണ് പറശ്ശിനിക്കടവ് എന്ന് നമുക്കറിയാം. പാവരിപ്പുഴയുടെ തീരത്തെ തിരുനെറ്റിക്കല്ലിന്മേൽ വാവിട്ട് കരഞ്ഞ പൈതലിന് മാറോട ചയ്യങ്കരയിലും കയറിയ പാടിത്തുറ്റി എന്ന് അറിഞ്ഞില്ല. മാനവരുടെ ആദിയകറ്റാൻ പിറന്ന ശിവസ്വരൂപനാണ് ഈ പുത്രനെന്ന്. ഇല്ലത്ത് വളർന്നവൻ കാട്ടുമക്കളെ തേടി യാത്രയായി. വേദപഠനത്തേക്കാൾ വേദനിക്കുന്നവന്റെ മോവാറ്റുകയാണ് എന്റെ ലക്ഷ്യമെന്നറിഞ്ഞ അവൻ ഇല്ലത്തിന്റെ പടിയിറങ്ങി മലകയറി. ഒരു തുണ്ട് തേങ്ങാപ്പൂടെങ്കിലും നിവേദ്യമായി വെച്ചേത് കുചേലനും കുബേരനും അശരണനും ആലംബഹീനനും മനമൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്തുത്തരം നൽകുന്ന സകലകോടി സംപൂജ്യനാണ് ശ്രീ മുത്തപ്പൻ. മുത്തപ്പൻ വില്ലെടുത്താൽ വെല്ലാൻ കാലമില്ല. മുത്തപ്പൻ ശരം കൊടുത്താൽ തടുക്കാൻ ശാസ്ത്രമില്ല. മുത്തപ്പൻ വിഴി തുറന്നാൽ കാണാത്ത കാഴ്ചയില്ല. മുത്തപ്പൻ ചെവിയോർത്താൽ കേൾക്കാത്ത ശബ്ദവുമില്ല. മുത്തപ്പ എന്ന് വിളിച്ച് സങ്കടത്തോടെ കേഴുന്ന ഭക്തജനങ്ങൾക്കൊക്കെ അറിഞ്ഞു തന്നെ അനുഗ്രഹമേകുന്ന കലിയുഗ ശിവകലയായ സാക്ഷാൽ മുത്തപ്പൻ തമ്പുരാന്റെ കാരുണ്യ കടാക്ഷത്തിന്റെ കനക കതിരുകൾ ആത്മപ്രകാശത്തിന്റെ നിത്യജ്യോതിസായി നിങ്ങളിൽ ഓരോരുത്തരിലും വിളങ്ങിയിടുമാറാകട്ടെ. മുത്തപ്പന്റെ ഒരു മൊഴിയുണ്ട്, വാചാലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുത്തപ്പന്റെ എത്രയോ വാചാലുകളെല്ലാം ജനകീയമാണ്. അതിലൊന്ന് ഞാനിവന്റെ നായനാറും കൈലാസവാസിയും പാലാഴിവാസിയുമാണല്ലോ. ബ്രഹ്മസ്വം പഠിച്ച് ശ്രീപാലാഴിയിൽ എറിഞ്ഞു, കള്ളുകുടിച്ച് നെല്ലുകൂടെ ചേടിമല പുരളിമല തട്ടിത്തകർത്ത് മധുബന്ധൻ വേരോടെ പിഴുതെടുത്ത് മധു അനുഭവിച്ചു. കാറ്റിൽ കണ്ട കാട്ടാള, പെരുവഴി കണ്ട ചങ്ങാതി, വീട്ടിൽ കണ്ട ധർമ്മദീപം, എല്ലാം അവരവരുടെ ഭക്തിവിശ്വാസത്തിനനുസരിച്ചായിരിക്കട്ടെ. എല്ലാം മടയാ എന്ന അമൃതമൊഴി ഏകും തേജോരൂപനായ ശ്രീ മുത്തപ്പൻ. മുത്തപ്പന്റെ മഹാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. പിന്നെ മുച്ചിലോട്ട് ഭഗവതിയാണ് മറ്റൊരു ദേവതയെ ഒന്ന് പറയണമെന്ന് എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റ്. മുച്ചിലോട്ട് ഭഗവതി നിങ്ങൾക്കറിയാം. മുച്ചിലോട്ട് കാവിൽ അടുത്ത് ഏറ്റവും അടുത്ത മുച്ചിലോട്ട് കാവേത വളവട്ടനല്ലേ? വളവട്ടന ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ഒരിക്കലും കളിയാട്ടം നടത്തിയൊരു സുരേഷ് ഗോപിയൊക്കെയാണ് അവിടെ വന്നത്. ഒന്നാവും മുച്ചിലോട്ടുണ്ട്. മുച്ചിലോട്ട് കാവുകളുടെ കഥയാ. അവിടെയും മുച്ചിലോട്ട് കാവ് എന്ന് പറയുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ആദ്യം മുച്ചിലോട്ട് എന്റെ കരിവള്ളൂരാണ്. കരിവള്ളൂർ പനക്കാശ്ശേരി നമ്പി തന്റെ പള്ളിയറയിൽ കുടിയിരുത്തിയ ദേവിയാണ്. തന്റെ മുറ്റത്തെ കരിമ്പല കുറിച്ച് പള്ളിയറ തീർത്ത് കുടിയിരുത്തിയ ദേവിയാണ് മുച്ചിലോട്ട്. സവർണ മേധാവിത്വത്തിന്റെ തിട്ടൂരത്തെ പൊളിച്ചെഴുതിയ ഒരു ഉന്നതമായ പുരാവർത്തനാഭരണം ചെയ്യുന്നു ഈ ദേവി. നോവിൽ ഏറ്റവും വലുത് നോവേതെന്ന് ചോദിച്ചപ്പോൾ അത് പെരുനോവാണെന്ന് പറഞ്ഞു. സുഖം, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് കാമരസമാണ്. രസം, സുഖം, കാമരസമാണ്, കാമസുഖമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അനുഭവിക്കാത്ത ഒരു കന്യക ഇത്ര കൃത്യമായി ഇതിന് ഉത്തരം നൽകി? അതുകൊണ്ട് ഇവൾ പിഴച്ചവളാണെന്ന് അവിടുത്തെ വഴിവിട്ട പാണ്ഡിത്യത്തിന്റെ ദുഷ്പ്രഭുത്വം മുദ്രയാത്തി പടിയടച്ചു ബിംബം വെച്ചു. എന്നാൽ അഗ്നിയിൽ സ്ഫുടം ചെയ്ത ആ ദേവത ഉയർന്നു വന്നു ഒരു കുലത്തിന്റെ 9 ഇല്ലത്തിന്റെ പണിയ സമുദായത്തിന്റെ കുലപരദേവതയായി. എന്നാൽ കേവലമായ ഒരു സമുദായ ദേവിയല്ല മുച്ചിലോട്ട് ഭഗവതി. തേജോരൂപിണിയാണ്. ഈ അമ്മേ, എനിക്ക് നിത്യമായ ആനന്ദം തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ നിത്യാനന്ദ സ്വരൂപിണിയായി കാഞ്ചിയിൽ കാമാക്ഷിയായും മധുരയിൽ മീനാക്ഷിയായും കൊടുങ്ങല്ലൂരിൽ കണ്ണകിയായും കൊല്ലൂരിൽ മൂകാംബികയായും ശൃംഗേരിയിൽ ശാരദയായും പാർവതിയായും സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ദുർഗയായും ഭക്തജനങ്ങൾ എന്തു പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിന്റെ ഊർജ്ജസ്രോതസ്സാണ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി. സകല സുരാസുര ഗന്ധർവ യക്ഷ വിദ്യാധര കിന്നര കിം പുരുഷന്മാർ സ്തുതിക്കുന്ന മഹാകാളി, കാലാതിരുദ്രകാളി, കാലസംഘർഷിണി, സർവദാരിദ്ര്യനാശിനി, അദല വിതല നിതല സുതല തലാതല മഹാതല രസാതല പാതാള ഭുവസ്യവർജന സത്യപാത ഈ 14 ലോകങ്ങൾക്കും നാഥ
ശബ്ദസ്പർശ രൂപരസഗന്ധാദി സ്വരൂപിയായിരിക്കുന്ന ഭൂമി മാതാവ് അന്നപൂർണേശ്വരി നിത്യകന്യക ശ്രീ മുച്ചിലോട്ടമ്മയും നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് എളിയവൻ പ്രാർത്ഥിക്കുവാനുള്ളത്. അപ്പം എന്റെ പ്രിയപ്പെട്ട കുടുംബ സുഹൃത്ത് ഉണ്ണി നിങ്ങളുടെ ഒക്കെ പരിചിതനാണ്. എന്നോട് പറഞ്ഞു ഗുളികനെ പറഞ്ഞാൽ വിടുവില്ല, ആവശ്യിക്കുന്നത് ഗുളികനും വിടില്ല, അതൊരു പ്രശ്നമാണ്. ഗുളികൻ എന്ന് പറഞ്ഞാൽ ശനീശ്വരനാണ്. തീർച്ചയായും ശിവന്റെ അംശാവതാരമാണ്. നമുക്കറിയാം 16 വയസ്സ് വരെ മാത്രം ആയുസ്സുണ്ടായിരുന്ന മാർക്കണ്ഡേയന്റെ മുകണ്ടു മഹർഷിയുടെ മകൻ മാർക്കണ്ഡേയന്റെ കഥ. ദമ്പതികൾ ഒരു കുട്ടിയില്ലാതെ ഏറെക്കാലം ശിവനെ ഭജനമിരുന്നു. ഒടുവിൽ ശിവൻ പ്രത്യക്ഷമായി ചോദിച്ചു, 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മന്ദബുദ്ധിയായ കുട്ടിയെ എനിക്ക് വേണോ, അല്ല 16 വയസ്സ് വരെ ജീവിക്കുന്ന എല്ലാം തികഞ്ഞ ബുദ്ധിമാനായ ഒരു മകനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു വട്ടം ചിന്തിച്ചു നിന്നുപോയി. അങ്ങനെ ഒടുവിൽ ആ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു, ഒരു പുത്രനെ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം തികഞ്ഞവനല്ലേ, അല്പായുസ്സായാലും എല്ലാം തികഞ്ഞവനെയല്ലേ നമുക്ക് വേണ്ടത് എന്നവർ തീരുമാനിക്കുന്നു. ശിവനോട് പറഞ്ഞു 16 എല്ലാം തികഞ്ഞ ഒരു മകനെ താവുന്നു. ഇവൻ വളരെ ബുദ്ധിമാനായി മാർക്കണ്ഡേയൻ വളർന്നു വരികയാണ്. മാർക്കണ്ഡേയ പുരാണം അത് എത്ര ദിവസം പറഞ്ഞാലും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരും, എത്ര ദിവസം പറഞ്ഞാലും തീരും. അപ്പോൾ മാർക്കണ്ഡേയ വളർന്നു വന്നു. ഒരു 10 വയസ്സൊക്കെ പിന്നിടുമ്പോഴേക്കും അച്ഛനമ്മമാർ പിന്നെ നിത്യേന ആദി ഇവരുടെ കണ്ണുകളിൽ ആദി എരിയാൻ തുടങ്ങി. ഇനി 6, 11, ഇനി 5, 12, ഇനി 4 എന്റെ മകന് ആയുസ് ഒടുങ്ങാനായല്ലോ എന്ന ആദി ഈ 2 ദമ്പതികളെ വല്ലാതെ മുമ്പരപ്പെടുത്തി. അപ്പോൾ ഈ മകൻ ബുദ്ധിമാനായി മകൻ തിരിച്ചറിയുന്നു, എന്റെ മാതാപിതാക്കൾ എന്തിനോ സങ്കടപ്പെടുന്നു. ഇതിൽ നിർബന്ധപൂർവ്വം ഇവന് 16 വയസ്സാവുന്ന ആ വർഷത്തിലാണ് അവർ ഈ സത്യം വെളിപ്പെടുത്തുന്നത്. മോനെ, ഇങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് തന്നത് ശിവൻ. അപ്പൊ നീ 16 വയസ്സാണെന്നുണ്ടായി, നിങ്ങൾ ഭയപ്പെടേണ്ട അമ്മേ, അച്ഛൻ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നെ തന്നത് ശിവനല്ലേ, ശിവൻ എന്നെ നഷ്ടപ്പെടുത്തിയില്ല, നിങ്ങൾ ധൈര്യമായി ഇരുന്നോളൂ. അപ്പൊ ഏതാണ്ട് ഇവൻ തിരിച്ചറിഞ്ഞു എന്റെ സമയമെടുത്തു. അങ്ങനെ ഇവൻ നേരെ പോയി ശിവലിംഗം കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോ ചിത്രഗുപ്തൻ തന്റെ പുസ്തകം നോക്കി. ഇപ്പോ ചായ ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കുഞ്ഞിക്കണ്ണൻ 65. പിന്നെ ഞാൻ വീടി പണിയെടുക്കുമ്പോൾ അങ്ങനെ ചൊവ്വാഴ്ച വീടി കിട്ടുമ്പോൾ അന്ന് ചിലപ്പോൾ പൈസ കൊടുക്കാൻ കഴിയും, ഇപ്പുറത്തേക്ക് പോവാ രായ നിന്റെ 65 ഉണ്ട്. അതുപോലെ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മറക്കണ്ടേ ഇന്നാണ്. അപ്പൊ വിട്ടു, പരിവാരത്തെ വിട്ടു നോക്കുമ്പോ എങ്ങനെയും ഇവന്റെ ജീവൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവന് കയറിട്ട് കുടുക്കിയിട്ടാണല്ലോ എടുക്കൽ. നമ്മളെ മരിക്കുമ്പോൾ നമുക്കത് അറിയൂ. കയറിട്ട് കുടുക്കിയിട്ട് ഒരിക്കലാണല്ലോ ഈ ജീവൻ ഇതിന്റെ ഉള്ളിൽ ശരീരത്തിന് ദേഹത്തുള്ളിൽ നിന്ന് ദേഹിയെ പാശമിട്ട് വലിക്കലാണെന്നാ പറഞ്ഞു. ആ അനുഭവിച്ചവരിക്കേ അറിയാം, അവരോട് പറ്റി നമുക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇവൻ ശിവലിംഗം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്ത് ഇവന്റെ ആയുസ് എടുക്കാൻ പറ്റാതെ ഇവർ തളർന്ന് തിരിച്ച് യമലോകത്ത് പോയി യമദേവനോട് പറഞ്ഞു, ഒരു രക്ഷയുമില്ല, മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ യമന് ദേഷ്യമുണ്ട്. യമന്റെ ധർമ്മം എന്താ? ഇവനെടുക്കുക തന്നെയാണ്, ധർമ്മം നിർവഹിക്കണ്ടേ. നമ്മുടെ ധർമ്മം നമുക്ക് നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അനൗൺസ് ചെയ്താൽ എന്റെ ധർമ്മമെങ്കിൽ എന്റെ ധർമ്മം നിർവഹിച്ചാൽ എനിക്ക് പറ്റൂ. അപ്പോ ധർമ്മം നിർവഹിക്കാനായി കാലൻ തന്നെ തന്റെ വാഹനമായ, കാലന്റെ വാഹനം ഏതാ? പോത്തിന്റെ പുറത്തേറി വന്നു. നല്ല ഈസിയായി ഞാൻ യമധർമ്മനല്ല, എനിക്ക് കൊല്ലാൻ കഴിയില്ല. നോക്കി കിട്ടുന്നില്ല. 2 തവണ നോക്കി, 3 തവണ നോക്കി, 4 തവണ നോക്കിയിട്ടും ഈ ആയുസ്സിനെ വലിച്ചെടുക്കാൻ യമധർമ്മന് കഴിയുന്നില്ല. ഒടുവിൽ തിരിച്ചറിഞ്ഞു, ഇവൻ ശിവലിംഗം കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവന്റെ ആയുസ്സിനെ, ഇവന്റെ ദേഹത്തിൽ നിന്ന് ദേഹിയെ വേർപെടുത്താൻ എനിക്ക് കഴിയാത്തത് എന്ന് തിരിച്ചറിഞ്ഞ യമദേവൻ ശിവലിംഗമടക്കം പാശമിട്ടു. അപ്പോൾ ശിവലിംഗം ഒന്ന് കുലുങ്ങി, കൈലാസം വിറകൊണ്ടു. കോപാകുലനായ ത്രിപുരാന്തകൻ ശ്രീമഹാദേവൻ അവിടെ പ്രത്യക്ഷമായി. കാലനോട് ഗർജിച്ചു, ആരുടെ ജീവനാണ് നീ എടുത്തത്? എന്റെ വരദാനമായി ഞാൻ ഭൂമിയിൽ കൊടുത്ത ജീവനാണ് നീ എടുത്തത്. എന്നോട് ചോദിക്കാൻ എടുക്കാൻ നീയായിരുന്നു പറഞ്ഞ് കാലനെ നിഗ്രഹിക്കാൻ തന്റെ ഇടത്തേക്കാരന്റെ ഇടത്തെ പെരുവിരൽ ഭൂമിയിൽ ഒന്ന് അമർത്തി ചവിട്ടിയെന്നും അവിടെ നിന്നാണ് പരമവിസ്മയ സ്വരൂപനായ ഗുളികദേവൻ അവതരിച്ച് കാലനെ നിഗ്രഹിക്കുന്നതെന്നും കാലമില്ലാത്ത കാലമുണ്ടായി എന്നൊക്കെ നമ്മൾ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ് അത്രേ പഠിച്ചിട്ടാണ്. 5ാം പഠിച്ചിട്ടുണ്ട്. സംഭവം പറയാം. 4ാം ക്ലാസ്സിലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് കാലമില്ലാത്ത കാലത്തെ കുറിച്ച്. നല്ല പൂന്താനത്തിന്റെ കവിത പോലെ വളരെ മന്ത്രമധുരമായി ആരംഭിച്ചൊരു ഗാനമുണ്ടായിരുന്നു. കാലമില്ലാത്ത കാലം
അപ്പൂപ്പനും മരിക്കുന്നില്ല, അമ്മൂമ്മയും മരിക്കുന്നില്ല. ആകെ പ്രശ്നം ഭൂലോകത്തിന് കനമ്പൊന്നൊരു കാലം. അങ്ങനെ കാലമില്ലാത്ത കാലമുണ്ടാക്കിയ കാലകാലേശ്വരനാണ് കൈലാസനാഥന്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് ആവിർഭവിച്ച കാലശൂല കാലഭാഷ കാലചക്രധാരിയായ ഇടിയിലും വെടിയിലും പുകയിലും നാനാകർമ്മം അനുഷ്ഠിക്കുന്നതിലും അന്ധകാന്തകനായി നിലകൊള്ളുന്ന കരിങ്കാലൻ തിരുവടികളായ ധർമ്മദേവനാണ് ഗുളികരാജൻ. തേജോരൂപനായ ഗുളികരാജന്റെയും അനുഗ്രഹം പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട പബ്ലിക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം ഏറെ വൈകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് നൽകിയ ഈ സ്നേഹ ആദരവിന്, ഹൃദയത്തോട് ചേർത്ത് വെച്ച് നൽകിയ ഈ സ്നേഹാദരവിന് അതേ ഭാഷയിൽ തന്നെ ഞാൻ നമിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നിങ്ങളെ കാണാൻ, നിങ്ങളുടെ ചിരിക്കുന്ന മുഖം എന്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാനും എനിക്ക് അവസരം തന്ന എല്ലാ ദൈവശക്തികൾക്കും മുന്നിൽ നമ്മുടെ ശിരസ്കരായി ഞാൻ വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം.